അമ്മ ഇതെല്ലാം അറിഞ്ഞെന്നോ? അതെങ്ങനെയാ സംഭവിച്ചത്? ആദ്യ അയ്യോ ചേട്ടാ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. ഞാനും സിദ്ധാർത്ഥ റൂമിലിരുന്ന് സംസാരിച്ചത് അമ്മ പുറത്തുനിന്ന് കേട്ടതാ. അമ്മ എന്ത് പറഞ്ഞു? എങ്ങനെയാ റിയാക്ട് ചെയ്തേ? ചേട്ടന്റെ ലൈഫിൽ ഇത്രയും വലിയ തീരുമാനം അമ്മയെ അറിയിക്കാത്തതിൽ നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയം മുതൽ ആരോടും മിണ്ടാതെ റൂമിനകത്തിരിക്കുക. അമ്മയ്ക്ക് നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ പറയുന്നതിന് മുൻപ് അമ്മ ഇത് അറിയാൻ പാടില്ലായിരുന്നു. ഇതെല്ലാം എന്റെ തെറ്റാ. നീ അത്രയ്ക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട വരും. നീ അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വളരെ ചെറുപ്പം തൊട്ടേ പെൺകുട്ടികളെ കാണുന്നതോ മിണ്ടുന്നതോ ഒന്നും നിനക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൾ വിചാരിച്ച അത് മാറ്റിയെടുക്കായിരുന്നു. പക്ഷേ സുഹാസിനി അതിന് ശ്രമിച്ചില്ല. ഇപ്പൊ നീ തന്നെ സ്വയം മാറി ചിന്തിച്ച് നല്ലൊരു തീരുമാനം തന്നെ എടുത്തിരിക്കുന്നു. ഇതിന് അവള് സന്തോഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ദേഷ്യപ്പെടുകയല്ല. അതങ്ങനെയല്ല അച്ഛാ. അമ്മയോട് പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് തെറ്റ് തന്നെയല്ലേ? അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നോട് തന്നെയാ. എന്നിട്ടും അമ്മയോട് ഈ കാര്യം മറച്ചു വെച്ചത് അത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. ചേട്ടാ, കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ അമ്മയല്ലേ. മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ഒരമ്മയ്ക്ക് സ്വന്തം മക്കളെ തള്ളിപ്പറയാനാവില്ല. ചേട്ടന്റെ തീരുമാനം അമ്മ എന്തായാലും സമ്മതിക്കും. ആദ്യം ദേഷ്യപ്പെട്ടാലും പിന്നെ അതെല്ലാം മാറിക്കോളും. ചേട്ടന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ മനഃപൂർവ്വം തെറ്റ് ചെയ്തില്ല. പക്ഷെ ഞാൻ ചെയ്ത് തെറ്റാണെന്നാണ് അമ്മ മനസ്സിലാക്കിയെങ്കിൽ അതെന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്തേ പറ്റൂ. അമ്മയോട് സോറി പറയുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്തെങ്കിലും സ്നേഹത്തോടെയൊക്കെ പറഞ്ഞ് അമ്മയെ ഞാൻ കൺവിൻസ് ചെയ്യും. തന്നെ തന്നെ ഇരുന്ന് തിന്നോ? എന്ത് കണ്ടായിരുന്നു? ഹായ്, മുതുക്കി വിളിക്കുന്നു. എടി മുതുക്കി, നീ എവിടെയാ? വീട്ടിൽ പോരുത്. അല്ല, ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുന്നത് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ ഇവിടുന്ന് പോയത്? രാധാന്റിയോട് നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് സ്നേഹം? അയ്യോ, ഞങ്ങൾ അങ്ങനെ നിക്കണോന്ന് വിചാരിച്ചു വന്നതല്ല. കൊറേ ഫോഴ്സ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് നിന്നതാ. സംഭവിച്ചു പോയതാ അത്രേ, വെറുതെ പറയണ്ട. അവര് വിളിച്ച ഉടനെ കൂടെ പോവാണോ? പിന്നെ ഒരു ദിവസം വരാന്ന് പറഞ്ഞാ പോരായിരുന്നോ? അയ്യോ, അതൊക്കെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞതാന്നേ. പക്ഷെ അതൊന്നും കേട്ടില്ല. രാധേന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. വളരെ സ്നേഹത്തോടെ വിളിച്ചപ്പം ഞങ്ങളിങ്ങ് പോന്നതാ. എല്ലാത്തിനും നിങ്ങൾക്ക് റീസൺ ഉണ്ടല്ലോ. നീ അതൊക്കെ വിട്ടെ. ഡൽഹി ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ. നന്നായി എൻജോയ് ചെയ്തോ? സ്പീക്കർ എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണോ? യെസ് 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 യെസ്. നിന്നോടല്ലേ ചോദിച്ചേ ഡൽഹി ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്? ഞാൻ പ്രണയത്തില് ലോക്ക്. എന്ത് ലോക്ക്? ശരിക്കും കേട്ടില്ല, പറഞ്ഞേ. ഏയ്, ഞാൻ തിരിച്ചു വരുമ്പോ വീട്ടിലുണ്ടാവേണ്ടത് അനീതിമാരുടെ കടമേ. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിലൂടെ പറയൂന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കേണ്ട. സോറി ചേച്ചി, അവിടെ നിന്നാ മതിയായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നു. ഇനി തോന്നിയിട്ട് എന്താ കാര്യം? നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. എന്നാലും അവിടെ എന്താ സ്പെഷ്യൽ ആയിട്ട് നടന്നെന്ന് പറ പ്ലീസ് ചേച്ചി. അതൊന്നും ഫോണിലൂടെ അങ്ങനെ പറയാൻ പറ്റില്ല.
ശരിക്കും സന്തോഷമുള്ള വാർത്തയാ. നിങ്ങളത് അറിഞ്ഞ സന്തോഷത്തോടെ തുള്ളിച്ചാടും. അതറിയണമെങ്കിൽ വേഗം തിരിച്ചു വാ. ഹലോ എടി മുതുക്കി, ഇവളെന്ത് അഹങ്കാരിയാ നോക്ക്. ഒന്നും പറയാതെ കട്ട് ചെയ്ത് കണ്ടില്ലേ? കുത്തു വെച്ചു കൊടുക്കണം. മുതുക്കി വേദാന്തനോട് സംസാരിച്ചിട്ട് ഒരുപാട് നേരമായി. വെറുതെ ഒന്ന് ഫോൺ ചെയ്തു നോക്കിയാലോ? നിക്ക്, ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാം. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പോലും ചെയ്ത ഫോൺ കട്ട് ചെയ്തു. അയ്യോ, ഞാൻ പറയുന്ന കേൾക്കാതെയാ ഫോൺ കട്ട് ചെയ്തത്. അയ്യോ എന്റെ ഈശ്വര, കർമ്മ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇവനിപ്പോ എന്താ പറ്റിയത്? അമ്മേ, 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 അമ്മേ പ്ലീസ് ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യേ. ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മേ പ്ലീസ് ഓപ്പൺ ദി ഡോർ. ചേച്ചി പോയി വാതിൽ തുറക്കട്ടെ. ഇവിടുന്ന് നീ ആനങ്ങി പോവരുത്. അമ്മ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് അമ്മ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. അത് കേട്ടിട്ടൊന്ന് ഡിസൈഡ് ചെയ്തോളൂ. പ്ലീസ് ലിസൺ ടു മീ അമ്മേ. ഡോർ ഓപ്പൺ ചെയ്തേ. അമ്മേ, 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 അമ്മേ പ്ലീസ് ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യേ. ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മേ പ്ലീസ് ഓപ്പൺ ദി ഡോർ. ചേച്ചി പോയി വാതിൽ തുറക്കട്ടെ. ഇവിടുന്ന് നീ ആനങ്ങി പോവരുത്. അമ്മ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് അമ്മ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. അത് കേട്ടിട്ടൊന്ന് ഡിസൈഡ് ചെയ്തോളൂ. പ്ലീസ് ലിസൺ ടു മീ അമ്മേ. ഡോർ ഓപ്പൺ ചെയ്തേ. അമ്മേ ഐ നോ, ഞാൻ അമ്മയോടൊരു വാക്ക് പോലും പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് തെറ്റാ. പക്ഷെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിക്കുന്ന ആദ്യം പറഞ്ഞതല്ലേ. ഓ, അപ്പൊ നീ അന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു കാര്യം മുന്നിൽ കണ്ടാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ വേദാന്ത്. അമ്മ ഇങ്ങനെ കഥ കടച്ച് എന്നോട് സംസാരിക്കല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നേ ഇല്ല. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ അമ്മയാ. എന്നിട്ട് പോലും നിനക്ക് എന്നോട് പറയാനൊന്നും തോന്നിയില്ലല്ലോ വേദാന്ത്. നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒളിച്ചു വെക്കാനായി യാതൊന്നുമില്ല. നിനക്ക് എന്ത് കാര്യം ഉണ്ടായാലും അതെന്നോട് ഷെയർ ചെയ്യുമെന്നൊക്കെയാ ഇത്രയും നാളും ഞാൻ നിന്നെക്കുറിച്ച് വിചാരിച്ചിരുന്നത്. എന്നിട്ടും ഇത്രയും വലിയൊരു കാര്യം ഇവിടെയുള്ള മറ്റെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എന്നോട് മാത്രം പറയാതെ മറച്ചു വെക്കാൻ നിനക്ക് തോന്നിയല്ലോ. അപ്പൊ നിനക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമേ ഉള്ളൂ. ഇത്രയും നാള് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാ, അമ്മേ ഇന്ന് ഇങ്ങനെ സംഭവിച്ചു, അമ്മ ഇതൊക്കെ അറിയണമെന്ന് നീ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, എന്നിട്ട് അവളെ കൊണ്ടുപോയി നീ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും നിനക്ക് എന്നോടൊരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ വേദാന്ത്. എല്ലാം കഴിഞ്ഞിട്ട് വന്ന് പറയുമ്പോ ഒരമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും നിനക്കറിയില്ല. എന്നെ അതെന്തുമാത്രം ഇൻസൾട്ട് ചെയ്തെന്ന് അറിയോ? അതും പോട്ടെ, നീ അവളുടെ അച്ഛനെയും അമ്മയും കൊണ്ടുപോയിരിക്കുന്നു. അവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോഴും നിനക്ക് എന്നോടൊരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ. ഇപ്പൊ നീ തിരിച്ച് വീട്ടിലെത്തി, എന്നിട്ട് എന്നോട് വന്ന് നീ സംസാരിച്ചില്ല. സംഭവിച്ചതെല്ലാം അറിഞ്ഞു ഞാൻ ദേഷ്യപ്പെട്ട് മുറിയിലിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും നീ എന്താ ചെയ്തേ? എന്നോടൊരു വാക്ക് വന്ന് മിണ്ടാൻ പോലും നീ ശ്രമിച്ചില്ല. അങ്ങനെയല്ല അമ്മേ, ഇങ്ങനെ അമ്മ അറിയണമെന്നല്ല ഞാൻ വിചാരിച്ചത്. നിന്റെ മനസ്സിൽ നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ഞാൻ എങ്ങനെ അറിയാനാ വേദാന്ത്? അവളെ കൊണ്ടുപോയി പ്രപ്പോസ് ചെയ്യാനൊക്കെ നിനക്ക് അറിയാറുന്നല്ലോ. ഇനി എന്താ വേണ്ടേ? അവളെ ഒരു താലി കെട്ടി ഇങ്ങ് കൊണ്ടുവന്നിട്ട് മരുമകളാണെന്ന് പറഞ്ഞ പോരെ? ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കാം. അതോടാകുമ്പോ എല്ലാവർക്കും സമാധാനാവുമല്ലോ. എന്റെ ജീവനേക്കാളാ ഞാൻ നിന്നെ സ്നേഹിച്ചത്.
വേദാന്ത് മേനോൻ എന്റെ മകൻ. എന്ത് സംഭവിച്ചാലും ആദ്യം അവൻ എന്നോടത് പറയുമെന്നും എന്നോട് അഭിപ്രായം ചോദിക്കാതെ ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ എപ്പോഴും പറയും. എല്ലാവരുടെ മുന്നിൽ ഞാനത് വീമ്പിളക്കും. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് നിന്നോട് അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ എന്നെ എന്തുമാത്രം അപമാനിച്ച അമൂല്യെ കണ്ടപ്പോ നീ നിന്റെ സ്വന്തം അമ്മയെ പോലും മറന്നുപോയല്ലേ? എനിക്കിപ്പോ നിന്റെ മുഖം കാണണമെന്ന് പോലും താല്പര്യമില്ല വേദാന്ത്. ഇങ്ങനെ ഒരു അവസ്ഥ ലോകത്തൊരമ്മയ്ക്കും ഉണ്ടാവരുത്. ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. എന്താ ഒരു പെർഫോമൻസ്! ഓസ്കാർ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. സിസ്റ്റർ, എന്താ? എങ്ങോട്ട് പോവാ? നീ കയ്യിൽ വിട്. ചേച്ചിക്ക് എന്താ ശരിക്കും ഭ്രാന്ത് പിടിച്ചോ? ചേച്ചി ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാ അത് നടക്കാതിരിക്കും തോന്നുന്നുണ്ടോ? അതെങ്ങനെ നടക്കാനാ? ആഗ്ര പോയപ്പോ അവളുടെ അച്ഛനും അമ്മയും കൂടെ പോയെന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? അതിന്റെ അർത്ഥം ഈ കാര്യം ലോകത്തുള്ളവർ മൊത്തം അറിഞ്ഞു തന്നെ. ചേച്ചി മാത്രമാണ് അത് അറിയാതിരുന്നത്. ഇവിടെയുള്ളവരെല്ലാം ഒന്നിച്ചുകൂടി ചേച്ചിയെ അവോയ്ഡ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ടാണല്ലോ ഞാനും ഇപ്പൊ ഇതുപോലെ വാശി പിടിക്കുന്നത്. അതുകൊള്ള ചേച്ചി ഇങ്ങനെ വാശി പിടിച്ച ഈ വീട്ടിൽ ആരെങ്കിലും അത് മുഖവിലക്കെടുക്കോ? ചേച്ചി കല്യാണം വേണ്ടെന്ന് പറഞ്ഞാ ആ അമൂല്യ അവളുടെ വീട്ടുകാരും ചേർന്ന് നമ്മളെ രണ്ടുപേരും ഒറ്റപ്പെടുത്തി അവരെല്ലാരും ദൂരെ എവിടെയെങ്കിലും പോയി കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരും. അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ലേ? ആര് പറഞ്ഞു സമ്മതിക്കാൻ? എന്തു പറഞ്ഞാലും ചേച്ചി ഇപ്പൊ ഈ ചെയ്യുന്നത് ഇവിടുത്തെ സിറ്റുവേഷന് പറ്റിയ കാര്യമല്ല. ഒന്നുകൂടി നന്നായിട്ട് ആലോചിക്കണം ചേച്ചി. ഓൾറെഡി വേദാന്ത് ചേച്ചിയുടെ കൈ വിട്ടു പോയി കഴിഞ്ഞു. അവരെന്തൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. ചേച്ചി ഇപ്പൊ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാ ചേച്ചിയും വേദാന്തും തമ്മിലുള്ള അകലം കൂടത്തേ ഉള്ളൂ. പിന്നെ ചേച്ചി വിചാരിക്കുന്ന പോലെ ചേച്ചിയുടെ കൺട്രോളിലൊന്നും നിന്നൊന്നും വരില്ല. നന്നായി ഒന്ന് ആലോചിച്ച് നോക്കൂ സിസ്റ്റർ. എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് അവസാനിക്കേണ്ടത്. വേദാന്ത് ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി, സ്വത്തുക്കൾ, ഷെയറുകൾ എല്ലാം അവന്റെ പേരിലാ. അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇനി ചേച്ചി എതിർക്കാൻ നിന്നാ അവൻ മാത്രമല്ല അവനോടൊപ്പം അവന്റെ ആസ്തിയും സ്വത്തുക്കളും എല്ലാം ചേച്ചിയെ വിട്ടുപോകും. ഇപ്പൊ തന്നെ ആ ബ്ലാക്ക് മെയിലർ ഉണ്ടല്ലോ, വിക്കിയോട് വേദാന്ത് ചേച്ചിയുടെ മോനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഭാഗ്യത്തിന് വിക്കി അതൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ സിറ്റുവേഷനില് ചേച്ചി വേദാന്തിനോട് അമൂല്യ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ വിക്കിക്ക് ആ ബ്ലാക്ക് മെയിലർ പറഞ്ഞത് സത്യമാണെന്ന് തോന്നും. അങ്ങനെ സംഭവിച്ചാ അവൻ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ചേച്ചി ഒരു കാര്യത്തിന് എന്നോട് സജഷൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ശരിയായ സജഷൻ തന്നെ ഞാൻ തരണമല്ലോ. ഇനി 2 വട്ടം ആലോചിക്കണ്ട. ചേച്ചി നേരെ വേദാന്തിന്റെ അടുത്തേക്ക് പോവുക. അവൻ പറയുന്നതിനൊക്കെ സമ്മതമാണെന്ന് ചേച്ചി പറയണം. ഇപ്പൊ ഈ ഒരു വഴി മാത്രമേ ചേച്ചിയുടെ മുന്നിലുള്ളൂ.
അമ്മേ ഐ റിയലി സോറി അമ്മേ. അമ്മയെ ഹേർട്ട് ചെയ്യണമെന്നുള്ള ഇന്റൻഷനൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ പോലും അറിയാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എനിക്ക് നല്ല വിഷമമുണ്ട് അമ്മേ. അമ്മയ്ക്ക് എന്നോട് ഇപ്പൊ ദേഷ്യം തോന്നുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇൻഫാക്ട് അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. പെൺകുട്ടികളെ വെറുത്തിരുന്ന ഒരാള്, അതും സ്വന്തം മകൻ വേറൊരു പെൺകുട്ടിയെ താജ്മഹലിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞ ഏതമ്മയ്ക്കാണെങ്കിലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാനെടുത്ത ഈ തീരുമാനം ശരിയാണോ തെറ്റാണെന്നുള്ള കൺസേൺ ഉണ്ടെന്നും എനിക്കറിയാം. ബട്ട് ട്രസ്റ്റ് മീ അമ്മേ, ഞാൻ എടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരിക്കും ഇത്. അമൂല്യ വളരെ നല്ലൊരു കുട്ടിയാ അമ്മേ. അവളെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണവും ഞാൻ കണ്ടില്ല. അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതിൽ പിന്നെയാ എന്റെ ജീവിതത്തിൽ നല്ല കുറെ മാറ്റങ്ങൾ വന്നതും. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്റെ ലൈഫ് പാർട്ട്ണറെ ഞാനേ തെരഞ്ഞെടുക്കുമെന്ന്. അമൂല്യ എനിക്ക് പെർഫെക്റ്റ് അമ്മേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഐ എം റിയലി സോറി ഐ ഹേർട്ട് യു അമ്മ. പക്ഷെ അമ്മ പറയാതെ ഒന്നും നടക്കില്ല. എന്റെ സമ്മതത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല വേദാന്ത്. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യാം. അമ്മയ്ക്ക് എന്നോട് ശരിക്കും ഇപ്പൊ ദേഷ്യമുണ്ടല്ലേ? അതെ, ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഞാൻ പറഞ്ഞത് സത്യമാ. നീ ഇതുവരെ കോൺഫിഡൻസ് ആയി എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടോ അതെല്ലാം സക്സസ് ആയിട്ടേ ഉള്ളൂ. ഇപ്പോ ഈ കല്യാണക്കാര്യത്തിലാണെങ്കിലും അതേ കോൺഫിഡൻസ് തന്നെയാ നിന്റെ മുഖത്ത് ഞാൻ കാണുന്നത്. നീ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നോ അമൂല്യയാണ് കല്യാണം കഴിക്കുന്നതെന്നോ അതൊന്നും എന്റെ പ്രശ്നമല്ല. എനിക്ക് വിഷമമായത് എന്നോട് മാത്രം ഇതൊക്കെ മറച്ചു വെച്ചു എന്നുള്ളത് കൊണ്ടാ. സോറി അമ്മേ. അമ്മയെ സങ്കടപ്പെടുത്തിയതിൽ ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ വേദാന്ത്. ഞാൻ നിന്റെ അമ്മയെ, നിന്റെ സന്തോഷം എന്റെ സന്തോഷം. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഭംഗിയാക്കാമായിരുന്നു എന്നാ എന്റെ ഒപ്പീനിയൻ. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞാനും അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും നിന്റെ കൂടെ ആഗ്രയിലേക്ക് വന്നേനെ. അവിടെ താജ്മഹലിന്റെ മുന്നിൽ വെച്ച് പ്രപ്പോസൽ അല്ല, നിങ്ങളുടെ എൻഗേജ്മെന്റ് തന്നെ നടത്തി തന്നേനെ. ഈ അഭിനയം കണ്ടിട്ട് എനിക്ക് ശരിക്കും അസൂയ തോന്നുന്നുണ്ട് സിസ്റ്റർ. ഒരു അപാര ടാലന്റ് തന്നെ. നീ ടെൻഷനാകൊന്നും വേണ്ട വേദാന്ത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി എന്ത് വന്നാലും ശരി, ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട്. ആ, നീ ഒരു കാര്യം മറന്നു. നാളെ ഒരു പ്രത്യേക ദിവസോ. നാളെ എന്റെ പിറന്നാളാ. ഞാൻ തന്നെ ഈ കാര്യം എല്ലാവരുടെ മുന്നിൽ വെച്ച് അനൗൺസ് ചെയ്യാൻ പോവാ. എൻഗേജ്മെന്റിന്റെ കാര്യം അമ്മ തന്നെ അനൗൺസ് ചെയ്താ അതിൽ പരം സന്തോഷം വേറെ ഇല്ല. താങ്ക് യു സോ മച്ച് അമ്മേ. അമൂല്യയെ മരുമകളായിട്ട് സ്വീകരിക്കൂ എന്നുള്ള കാര്യം എനിക്ക് വലിയ ടെൻഷനായിരുന്നു. അമൂല്യ മിടുക്കിയ ഒരു കുട്ടിയെ. അങ്ങനെ ഒരു കുട്ടി നിന്റെ ഭാര്യയായി ഈ വീടിന്റെ മരുമകളായി വരണമെന്നാ ഞങ്ങൾ എല്ലാവരും ഇതുവരെ ആഗ്രഹിച്ചത്. അവള് നല്ലൊരു കുട്ടിയെ, സ്ട്രെയിറ്റ് ഫോർവേഡുമാണ്. ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന് അവളെ പോലെ ഒരാളെ തന്നെ ആവശ്യം. അത് സത്യം അമ്മേ. അവളുടെ ആ സ്വഭാവം തന്നെയാ എനിക്ക് ഏറ്റവും ഇഷ്ടം. അമ്മേ, അപ്പൊ തീരുമാനം എടുക്ക അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറയട്ടെ അമ്മേ? അത് വേണ്ട.